ഇതൊക്കെ മനോഹരമായൊരു കാഴ്ച. എന്ത് കാഴ്ചയാണ് ഇപ്പോൾ? അച്ഛൻ വർക്ക് ചെയ്യുന്നു. നമ്മൾ തൊട്ടടുത്ത് ഉപഹാരങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി കാണുന്നു അല്ലേ? ഏതായാലും ഒരു മാറ്റം വരണ്ടേ? മാറ്റം വരണമെങ്കിൽ നല്ലപോലെ പഠിച്ചിട്ട് നല്ല ജോലി കിട്ടണം. ഓക്കെ, ഞാൻ ഇത് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഇവർ എന്തെല്ലാം മക്കളും എടുക്കറ. ഇവർ പഠിക്കുന്ന നോക്കിയങ്ങൾ മുന്നിൽ വർക്ക്ഷോപ്പ്, ഇവർ വായിക്കുന്ന സ്ഥലം നോക്കിയങ്ങൾ. ഇത് ഈ വർക്ക്ഷോപ്പിൻ്റെ ബാക്ക് സൈഡ് ചെറിയ ഭാഗം ഇതിങ്ങനെ കിച്ചണ്. നമ്മളെ മക്കൾക്കൊക്കെ കിച്ചണ്, വർക്ക് ഏരിയ, അതേപോലെ തന്നെ റൂമിൽ ഫാന് സൗകര്യങ്ങൾ. ഇവിടെയാണ് ഇവർ എടുക്കുന്നത്. ഇവിടെ ഇരുന്ന എങ്ങനെ വായിക്കാറുള്ളത് കാണിച്ചു കൊടുത്തേ. എങ്ങനെ വായിക്കാറുള്ളത്? ഇവിടെ നിന്ന് പഠിക്കും. അപ്പോൾ മറ്റവരൊക്കെ പഠിക്കാണ്ടാകുമ്പോൾ എവിടെ ഇരിക്കുക? എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇവിടെ പഠിക്കും, അല്ലെങ്കിൽ ഞാൻ രാത്രി നീച്ച് പഠിക്കും. എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് ഈ മോള് പഠിക്കാറുള്ളത്. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കരം തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ സ്ഥലമൊന്നും പ്രശ്നമില്ല അല്ലേ? ഇത് അച്ഛൻ്റെ അമ്മൻ്റെ പ്രയാസം കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. വലുതായിട്ട് ഇവരൊക്കെ നല്ല രീതിയിൽ എത്തിക്കണം അല്ല പറഞ്ഞത്? അടിപൊളി മോളൂസേ, ഭയങ്കര. ഇത് നോക്കിയ ഞങ്ങൾ നമുക്കൊരു റൂമാണെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ അൾമറ, ഇരിക്കാൻ ചെയർ, ടേബിള്, പിന്നെ അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും. ഇതിങ്ങനെ ഒരു സ്കോളർഷിപ്പിൻ്റെ ഒരു സംഭവം. സാൻസ്ക്രിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്. എത്ര വിവിധ എന്താണ് ഒരു ബഹുമുഖ പ്രതിഭ. ഞാൻ കൊപ്പം പട്ടാമ്പി റോഡിൽ പിന്നെ കൃഷ്ണ വർക്ക്ഷോപ്പ്, അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി, നമ്മുടെ അതിഥി സ്റ്റേറ്റുകാരാണ്, UP-കാരാട്ടോ. ഈ വർക്ക്ഷോപ്പിൻ്റെ പ്രത്യേകത എല്ലാ ദിവസവും എല്ലാ സമയത്തും വർക്ക് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ്. പക്ഷേ ഇവിടെ ഈ വർക്ക്ഷോപ്പ് ഒരുപാട് ബൈക്കൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഫാമിലി, ഇതിനകത്ത് തന്നെ ഒരു ഫാമിലി താമസിക്കുന്നു. ആ ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതിൻ്റെ അടിയിൽ, ഈ തിരക്കിനടിയിൽ പിന്നെ ഈ ഫാമിലിയിലെ മക്കൾ കേരളത്തിൽ പഠിച്ച് ഇപ്പോൾ സ്കൂളിലെ ടോപ്പേഴ്സ്, അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ USS പരീക്ഷയിൽ ടോപ്പർ, ഒരുപാട് സംഗതി നമ്മുടെ കുട്ടികൾക്കുണ്ടല്ലോ. മുഴുവൻ സൗകര്യത്തോടു കൂടി എല്ലാ സൗകര്യങ്ങളുള്ള കുട്ടികൾ, പക്ഷേ പഠനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഉഴപ്പി നടക്കുന്ന കുട്ടികൾക്ക് ശരിക്കും ഈ ഒരു വീഡിയോ വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. ഒന്ന് ഷെയർ ചെയ്തോളി. നമുക്ക് കുറച്ച് വിശേഷങ്ങൾ കാണാം. കുറച്ച് വളരെ സംതിങ് സ്പെഷ്യലാട്ടോ ഇവരുടെ പഠന രീതിയൊക്കെ. ഇവിടെ താമസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ അല്ലേ? നമ്മളൊന്ന് ചോദിച്ചു നോക്കല്ലേ. आप सब लोग UP से हैं? UP में कहाँ? गोरखपुर में। यहाँ कितना साल हो गया? 800। सब लोग आप 16 साल हो गया, ये 816 है, पूरा 16 साल हो गया. हाँ, ये तो छोटा बच्चा, ये सब यहाँ पैदा हो गया और उधर എങ്ങനെയുണ്ട് കേരളം? നല്ല രസമല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ് മോള്. കൺഗ്രാറ്റുലേഷൻസ്. എന്താ പേര്? പ്രിയാൻഷു. ഇതാരൊക്കെ? ഇത് എൻ്റെ അമ്മ, ഇതെൻ്റെ അനിയൻ, ഇതെൻ്റെ ചേച്ചി, ഇതെൻ്റെ അച്ഛൻ അല്ലേ? ഇപ്പോൾ സ്കൂളിലെ ടോപ്പറാണ്. USS നല്ല ടോപ്പ് മാർക്ക് കിട്ടി അല്ലേ? ഒരാൾക്ക്, ഇയാൾക്ക് മാത്രമല്ലേ USS ലഭിച്ചിട്ടുള്ളൂ? 10 ആള് പോയിരുന്നു USS എഴുതാൻ, പക്ഷേ അതിൽ എനിക്ക് മാത്രമേ ഉള്ളൂ USS കിട്ടിയത്. അടിപൊളി. കൈയടിക്ക്. ഓക്കെ. അവിടേക്ക് പിന്നെ ഏതാ സ്കൂള്? ആമിയൂർ സൗത്ത്. നമ്മൾ ആമിയൂരാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? ഓക്കെ. എങ്ങനെ ഇതിപ്പോൾ പിന്നെ ഹിന്ദി ഇവിടെ വന്നപ്പോൾ മലയാളം ഭയങ്കര പ്രശ്നമില്ലായിരുന്നോ? ആദ്യം പ്രശ്നമുണ്ടായിരുന്നു. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും. 3ാം ക്ലാസ്സിൽ ചെറിയൊരു സക്സസ് ഉണ്ടായി. പിന്നെ 7ാം ക്ലാസ്സിൽ അടിപൊളിയായി. എനിക്ക് എല്ലാതും നന്നായി മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു USS ജയിച്ചു കിട്ടിയില്ലേ? പിന്നെ അതിൻ്റെ എങ്ങനെ ഇത് കിട്ടിയത്? LSS എഴുതിയിരുന്നോ? LSS എഴുതിയിട്ടുണ്ടായിരുന്നു. ഇല്ല. പിന്നെ എങ്ങനെ USS കിട്ടി? USS കിട്ടിയ കാരണം പറഞ്ഞാൽ എനിക്ക് മലയാളം നന്നായി മനസ്സിലായി. അപ്പോൾ മനസ്സിലായപ്പോൾ ചാപ്റ്റേഴ്സൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. എന്നിട്ട് അങ്ങനെ ആയപ്പോൾ എനിക്ക് പഠിത്തത്തിന് ഒരു സ്നേഹമായി. അപ്പോൾ 7ാം ക്ലാസ്സിൽ ഞാൻ ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ സബ് ജില്ലാ തലങ്ങൾ കുറേ തലങ്ങളുണ്ടായിരുന്നു. കുറേ സബ് ജില്ലാ തലത്തിൽ അതിൽ ക്ലേ മോഡലിങ്ങിൽ പങ്കെടുത്തിരുന്നു. അതിൽ സെക്കൻഡ് കിട്ടിയിരുന്നു. പിന്നെ IT ക്വിസിൽ പങ്കെടുത്തിരുന്നു. സംസ്കൃത സമസ്യാപൂരണം, പ്രസംഗങ്ങൾ, അങ്ങനെ കുറഞ്ഞു. പിന്നെ 6ാം ക്ലാസ്സിൽ സംസ്കൃത സ്കോളർഷിപ്പ് ചെയ്തിരുന്നു. അതിലും കിട്ടി. 7ാം ക്ലാസ്സിലും സംസ്കൃത സ്കോളർഷിപ്പ് കിട്ടി. ഞാൻ ചോദിക്കണതല്ല, ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇത് അച്ഛനല്ലേ? അച്ഛന് സപ്പോർട്ട് ആരൊക്കെയാണ്?
സപ്പോർട്ട് അമ്മയും അച്ഛനും അച്ഛനാണല്ലേ. അച്ഛൻ പിന്നെ ഉറക്ക് കുറവല്ല അച്ഛന്. ഈ വർക്ക്ഷോപ്പ് ഫുൾ ടൈം ഇല്ലേ? ഫുൾ ടൈം ആണ്. ഫുൾ ടൈം ആണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മോളെ ഇവിടെ ഫുൾ ടൈം വർക്കാണല്ലോ പറഞ്ഞു. അപ്പോൾ എങ്ങനെ എപ്പോഴാണ് പഠിക്കുന്നതൊക്കെ? എല്ലാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ടല്ലോ. ഏത് സമയത്തെന്ന് എന്തോ പറഞ്ഞല്ലോ. ഇത് ഞാൻ സ്കൂളിലും പഠിക്കും. ഇവിടെ എപ്പോഴാണ് പഠിക്കുന്ന രീതി ഒന്ന് നമ്മുടെ ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേ, നമ്മുടെ കുട്ടികളൊന്ന് കാണട്ടെ. ഞാൻ രാവിലെ ഒരു 3 മണിക്ക് 3-3:30 നീച്ച് പഠിക്കും. എന്നിട്ട് ഒരു 6 മണിയാകുമ്പോൾ ഞാൻ പിന്നെ ഉറങ്ങും. എന്നിട്ട് 8 മണിക്ക് നീച്ച് സ്കൂളിൽ പോകും. സ്കൂളിൽ കുറേ ടൈം ഫ്രീ ഉണ്ടാവും. ഇൻ്റർവെല്ലൊക്കെ ഉച്ചയ്ക്ക് ശേഷം അതൊക്കെ സമയത്തിൽ ഞാൻ ഇരുന്ന് പഠിക്കും ക്ലാസ്സിൽ. എൻ്റെ ഒപ്പം കുറേ കുട്ടികളും പഠിച്ചിരുന്നു. എന്നിട്ട് ടീച്ചർമാരും എന്താ പറയുക, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 4 മണിക്കല്ല, നമുക്ക് ഒക്കെ പഠിപ്പിച്ചുതരും ഉച്ചയ്ക്ക് സമയം. എന്നിട്ട് രാവിലെയും പഠിപ്പിച്ചരും. ഒരു 9:30 വരാൻ പറയും. എന്നിട്ട് അവിടെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ ഈ ഇതിൻ്റെ അകത്തങ്ങൾ താമസിക്കണത് ഇവിടെ സൗകര്യം കുറവല്ലേ? പക്ഷേ അപ്പോൾ എന്താണ് ഭാവിയിൽ എന്താവാനാ ഇഷ്ടം? ഡോക്ടർ ആവണം. മോളൊരു ഡോക്ടറായെങ്കിൽ എന്താണ് ആദ്യം ചെയ്യുക? പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീട് വെക്കും. അമ്മയും അച്ഛനൊക്കെ നല്ല സൗകര്യം കൊടുക്കും. ആഹാ, ഇതാരാള്? ചേച്ചി. എന്താ ചെയ്യണത്? മലയാളം അറിയില്ലേ? എന്താ ചെയ്യണത്? 10-ലോ? 10 കഴിഞ്ഞു. ഇനി എന്താ ആഗ്രഹം? LLB അല്ലേ? LLB. ഇയാൾക്ക് എന്താ ആഗ്രഹം? 6-ലെത്തിയിട്ടുള്ളൂ. ഓക്കെ ഗ്രേറ്റ്. എന്താ അച്ഛൻ്റെ പ്രത്യേകത എന്താ? നല്ല സപ്പോർട്ടിങ്ങാ ആണല്ലേ? എന്ത് തോന്നുന്നു ഇവിടെ? പിന്നെ എന്തൊക്കെയാ വിശേഷം? മലയാളം അറിയില്ലേ? ഇപ്പം മലയാളം കുറച്ചൊക്കെ അറിയാം. എന്താ മക്കളൊക്കെ നല്ല പഠനമാണ്. ഈ നാട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നിങ്ങൾ എന്തൊക്കെ ഇത് അടക്കാറ് ക്ലോസ് ചെയ്യൂലേ? ഇല്ല, ഷോപ്പ് ക്ലോസ് ആവില്ല. നിങ്ങൾ നല്ല തടി ഉണ്ടായിരുന്നു പറഞ്ഞേ. കുറെ മുമ്പേ തടി അതിന്റെ അപ്പൊ തടി കുറെ ജോലിയാ. കുട്ടികള് ഇതാണ് നല്ല സപ്പോർട്ടാണ്. ആണല്ലേ? നിങ്ങൾക്ക് വല്ലതും പറഞ്ഞു കൊടുക്കാൻ അറിയാം? ഇയാൾക്ക് വൈഫിന് മലയാളം അറിയാം? മലയാളം അറിയില്ല. അപ്പൊ ആരും ഒന്നുമില്ല. ട്യൂഷന് പോകണ്ടോ? ഒന്നുമില്ല. അപ്പൊ കുട്ടികൾ തന്നെ പഠിച്ചോളൂ. വീട്ടിനെ പഠിക്കാ, ട്യൂഷൻ കാര്യം ഒന്നുമില്ല. ഇവര് ചില കുട്ടികളെ പോലെ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കും. മൊബൈൽ നോക്കണ പരിപാടി ഉണ്ടോ? അല്ല, മൊബൈലിലൊപ്പം പഠിത്തമുണ്ട്. ആണല്ലേ? ഓക്കെ, അടിപൊളി. ഇനി ഇപ്പൊ എങ്ങനെ സ്കൂൾ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ അല്ലേ? നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. അടിപൊളിയാണല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് കേരളം? നല്ലതാ. എന്തുകൊണ്ട് ഇവിടെ പഠിത്തത്തിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. വേറെ സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നുമില്ല. കേരളത്തിന്റെ സ്പെഷ്യൽ ഇതാണ്. നിങ്ങളുടെ നാട്ടിന്റെ അവസ്ഥ എന്താണ്? അവിടെ ആണെങ്കിൽ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. അടിപൊളി. എന്ത് തോന്നുന്നു? സന്തോഷം ആണല്ലേ? നിങ്ങൾ ഉറങ്ങാറില്ലേ? ഉറക്കം കുറവല്ലേ? പണി കൂടുതലുണ്ട്. ആടില്ല, ഒറ്റയ്ക്കല്ലോ. അപ്പൊ എന്തെങ്കിലും കറക്റ്റ് ടൈമിൽ വണ്ടി കൊടുക്കണം. അപ്പൊ അതിന് ഉറക്കുന്നില്ല, ഉറക്കം കുറവാ. कैसे लगा यहाँ? अच्छा लगा। बेटी पढ़ाई में कैसे? अच्छी है। बहुत मेहनत करते हैं। हाँ, मेहनत बहुत करते हैं। कितने घंटा पढ़ते हैं? वो 2 बज जाएगा, 12 बज जाएगा। रात में 2 बजे 12 बजे आप सब लोग सोने का टाइम ये पढ़ते हैं? अकेले पढ़ते हैं। और എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് രാത്രി 2 മണിക്കും 1 മണിക്കും ഒക്കെ ഇരുന്ന് കുട്ടി പഠിക്കുന്നതാണ്. ഭയങ്കര സംഭവം തന്നെ. കാരണം ഈ ഒരു ശരിക്കും പറഞ്ഞൊരു വർക്ക്ഷോപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്ഥലമാണ് അവർ താമസിക്കുന്നതല്ലേ. ഇത്രയും ഒരു പിന്നെ ഫെസിലിറ്റീസ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിച്ചിങ്ങനെ എത്തിപ്പെടുമ്പോൾ നമ്മളെ കുട്ടികളൊക്കെ എത്ര പിന്നെ വീട്ടിലെ സൗകര്യങ്ങളാണ്, എന്നിട്ടും നേടിയെടുക്കാൻ കഴിയുന്നില്ലല്ലോ. അതാണ് ഇവർ നേടിയെടുത്തത്. അതാണ് ഇതിന് ഇമ്പോർട്ടൻസ്. ഇതൊക്കെ ഒരു സെക്കൻഡ്. പിന്നെ മോളെ ഇതൊക്കെ എന്താണ്? എന്തിനൊക്കെ കിട്ടിയതാണ്? ഞാൻ സബ് ജില്ലാ തലങ്ങളിലൊക്കെ പോയിട്ട് കുറേ സർട്ടിഫിക്കറ്റും പിന്നെ എത്ര സർട്ടിഫിക്കറ്റാണെന്നറിയോ? വിദ്യാരംഗം കലാസാഹിത്യവേദി പട്ടാമ്പി, കേരള സ്കൂൾ പട്ടാമ്പി ഉപജില്ല സാക്ഷ്യപത്രം, പിന്നെ സംസ്കൃതോത്സവം,
അല്ല ശാസ്ത്രോത്സവം, വീണ്ടും ശാസ്ത്രോത്സവം, പട്ടാമ്പി സബ് ജില്ല. പിന്നെ ഫസ്റ്റ് പ്ലേസ് ഇൻ എന്താണ് ഇത് ഏതിനാണ്? ഇത് അക്ഷരമുട്ടിൻ്റെ അക്ഷര അക്ഷരമുട്ടിൻ്റെ ഓക്കെ. സ്കോളർഷിപ്പ്, ഒരു സ്കോളർഷിപ്പ് ഇട്ട് ഷാൽമാഷേ, സ്കോളർഷിപ്പിൻ്റെ ഒരു സംഭവം. സാൻസ്ക്രിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്. എത്ര വിവിധ, എന്താണ് ഒരു ബഹുമുഖ പ്രതിഭ കേട്ടോ. ഫുള്ള് സബ് ജില്ലാ പരിപാടികളാണ്. മലയാളമൊക്കെ നന്നായിട്ട് അറിയാമല്ലോ അല്ലേ? പ്രിയാൻഷു ശാസ്ത്രമേളക്ക്, ശാസ്ത്ര സംഗമത്തിന്. ഇതൊക്കെ ആരെ എവിടുന്ന് ഇതൊക്കെ കോച്ചിങ് എവിടുന്ന് കിട്ടുക? ഒരുപാടുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് കോച്ചിങ് അച്ഛന് പറഞ്ഞുതരാൻ അറിയോ? അച്ഛന് പറഞ്ഞുതരാൻ അറിയോ? അറിയില്ല. ഇത് പിന്നെ എങ്ങനെ സ്വന്തം ഇതൊക്കെ എങ്ങനെ? പഠനവും ഉണ്ട്, കല, കായികം, അതേപോലെ തന്നെ ശാസ്ത്രം, മാത്സ്. ഇതെങ്ങനെ പഠിച്ചു? ഒരുപാട് ട്രോഫി ഉണ്ട് നിങ്ങൾ? ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യൂല്ലേ? അടിപൊളി. നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ പഠിക്കാം. കുട്ടികളോട് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത് ബാക്കി കുട്ടികളോട്? അതല്ല, പഠിക്കാത്ത കുട്ടികളോട് എന്താ പറയുക? ഹാർഡ് വർക്ക് ചെയ്താൽ എന്തും കിട്ടും. കിട്ടൂലേ? നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ കിട്ടും. അടിപൊളി അടിപൊളി. അതിന് വേണ്ട മോട്ടിവേഷൻ ഉണ്ടാവണം. എങ്ങനെ ധാര പറഞ്ഞു തന്നതാ? സ്വയം മനസ്സിലാക്കി തന്നെയാണ് ഷെയ്ക്കാനെ കാണിച്ചേ. അടിപൊളി. ഓക്കെ, ഞാൻ ഇത് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഇവർ എന്തെല്ലാം മക്കളും എടുക്കറ. ഇവർ പഠിക്കുന്ന നോക്കിയങ്ങൾ മുന്നിൽ വർക്ക്ഷോപ്പ്, ഇവർ വായിക്കുന്ന സ്ഥലം നോക്കിയങ്ങൾ. ഇത് ഈ വർക്ക്ഷോപ്പിൻ്റെ ബാക്ക് സൈഡ് ചെറിയ ഭാഗത്ത് ഇങ്ങനെ കിച്ചണ്. നമ്മളെ മക്കൾക്കൊക്കെ കിച്ചണ്, വർക്ക് ഏരിയ, അതേപോലെ തന്നെ റൂമിൽ ഫാന്, സൗകര്യങ്ങൾ. ഇവിടെയാണ് ഇവർ എടുക്കുന്നത്. ഇവിടെ ഇരുന്ന എങ്ങനെ വായിക്കാറുള്ളത് കാണിച്ചു കൊടുത്തേ. എങ്ങനെ വായിക്കാറുള്ളത്? ഇവിടെ ഇരുന്ന് പഠിക്കും. അപ്പോൾ മറ്റവരൊക്കെ പഠിക്കാണ്ടാകുമ്പോൾ എവിടെ ഇരിക്കുക? എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇവിടെ പഠിക്കും, അല്ലെങ്കിൽ ഞാൻ രാത്രി നീച്ച് പഠിക്കും. എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് ഈ മോള് പഠിക്കാറുള്ളത്. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കരം തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ സ്ഥലമൊന്നും പ്രശ്നമില്ല അല്ലേ? ഇത് അച്ഛൻ്റെ അമ്മൻ്റെ പ്രയാസം കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. വലുതായിട്ട് ഇവരൊക്കെ നല്ല രീതിയിൽ എത്തിക്കണം അല്ല പറഞ്ഞത്? അടിപൊളി മോളൂസേ, ഭയങ്കര. ഇത് നോക്കിയ ഞങ്ങൾ, നമുക്കൊരു റൂമാണെങ്കിൽ അതിന് സ്പെഷ്യൽ അൾമറ, ഇരിക്കാൻ ചെയർ, ടേബിള്, പിന്നെ അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇതിങ്ങനെ ഒരു ഇതിൽ ഉണ്ടല്ലേ. ഇവിടെ എന്തെങ്കിലും പഠനത്തിൽ തടസ്സാവുന്ന സാധനം എന്തെങ്കിലും ഉണ്ടോ? ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിലും കുറച്ചും കൂടി നന്നായിരുന്നു. സ്റ്റഡി ടേബിൾ ഉണ്ടാവും അല്ലേ? സ്റ്റഡി നല്ല സുഖമല്ലേ? ഇനിയുള്ള തുടർ പഠനത്തിന് ആവശ്യമുള്ളത്, കാരണം പഠിക്കാൻ ഒരുപാട് ഉണ്ടാവില്ലേ? സ്റ്റഡി ടേബിൾ വേണമല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാണ്? മഞ്ചും ഡയറി മിൽക്കും. ഡയറി മിൽക്കും. ഡയറി മിൽക്ക് ആണെങ്കിൽ അതിലേതാ? ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ, അതിലേതാ ഏറ്റവും ഇഷ്ടം? ഡയറി മിൽക്ക് സിൽക്ക്. വാ, ഇത് ശരിക്കും ഞങ്ങൾ ഉറപ്പാണ്. എനിക്ക് ഒരു ഇതുണ്ടായിരുന്നോ, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? സിൽക്ക് ഇഷ്ടാ? നിനക്കിഷ്ടാ? ഓക്കെ. ഏതായാലും തൽക്കാലം പോലെ കുറച്ച് ചോക്ലേറ്റുകൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സിൽക്ക് ഉണ്ട്, ഡയറി മിൽക്ക് സിൽക്ക് ഇവിടെ ആകാം. സിൽക്ക് ഓക്കെ. പിന്നെ മഞ്ജു ഇഷ്ടമാണ് പറഞ്ഞ്. ഇതൊക്കെ ആവശ്യമായിട്ടാണ്. ഞാനും ഷാർഭാഷ് പോയി ഞങ്ങൾ എന്താ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ സാധനമാണ്. അപ്പോൾ ഇത് പിന്നെ ഇത് വേറെ കിറ്റ്കാറ്റ് വേറത്. ഓക്കെ, നിനക്കും കൂടെ ഉള്ള കേട്ടാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ചേച്ചി തരൂലേ? നല്ലുണ്ടോ? കച്ചറുണ്ടാവോ? അടി ഉണ്ടാവോ? ഇല്ലല്ലേ? നല്ല ചേച്ചിയാ? ഓക്കെ. എന്നാൽ ഓക്കെ, പോട്ടെ. താങ്ക് യു. വെൽക്കം പോട്ടെ. ബൈ ബൈ. പോവാ.